നമസ്കാരം. പി എസ് ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെറിയൊരു മോക്ക് ടെസ്റ്റ് ആണ്, അതായത് 10 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ്. നിങ്ങൾ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. അതായത് ഈ 10 ചോദ്യങ്ങളും നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കിട്ടിയ മാർക്ക് ഈ വീഡിയോൻ്റെ താഴെ എല്ലാ കൂട്ടുകാരും കമൻറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? എൻ്റെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. 2023 സെപ്റ്റംബറിൽ അവതരിപ്പിച്ച വനിതാ സംവരണ ബിൽ പ്രകാരം ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന സംവരണം എത്ര ശതമാനമാണ്? എന്താണ് 2023 സെപ്റ്റംബറിൽ അവതരിപ്പിച്ച വനിതാ സംവരണ ബിൽ പ്രകാരം ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന സംവരണം എത്ര ശതമാനം എന്നാണ് ചോദ്യം. ഇതാക്കുക, നിങ്ങളെല്ലാവരും ജസ്റ്റ് പോസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഈ ഓപ്ഷനിലൂടെ കടന്നു പോവുക. എന്നിട്ട് ഉത്തരം ഇതാക്കുക, ഒരു ബുക്കിൽ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഈ 10 ചോദ്യങ്ങൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, നിങ്ങളുടെ ലെവൽ എത്രയാണ് എന്ന് സ്വയം വിലയിരുത്തുക. ഓക്കെ അല്ലേ? യെസ്. അപ്പം എത്ര ശതമാനമാണ്? യെസ്, ഓപ്ഷൻ സി 33% ശരിയായിട്ടുള്ള ഉത്തരം. എത്രയാണ്? 33%. മനസ്സിലായോ? യെസ്. എങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 2024 കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നടത്തിയ സ്റ്റാർട്ടപ്പ് സമ്മേളനമായ ഹഡിൽ ഗ്ലോബലിൻ്റെ വേദി എവിടെയാണ്? 2024 കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നടത്തിയ സ്റ്റാർട്ടപ്പ് സമ്മേളനമായ ഹഡിൽ ഗ്ലോബലിൻ്റെ വേദി എവിടെയാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി കോവളമാണ് ശരിയായുള്ള ഉത്തരം. ഏതാണ്? കോവളം. മനസ്സിലായില്ലേ? യെസ്. എങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. സംസ്ഥാനത്ത് ആദ്യമായി ഹെലി ടൂറിസം പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? സംസ്ഥാനത്ത് ആദ്യമായി ഹെലി ടൂറിസം പദ്ധതി ആരംഭിച്ചത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ പറയണം. ഏതാണ് കൂട്ടുകാരെ? യെസ്, ഓപ്ഷൻ എ കൊച്ചിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. സംസ്ഥാനത്ത് ആദ്യമായി ഹെലി ടൂറിസം പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? അത് നമ്മുടെ കൊച്ചിയിലാണ്. എവിടെയാണ്? കൊച്ചിയിൽ. ഓക്കെ അല്ലേ? യെസ്. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെയും ആഫ്രിക്കൻ രാജ്യങ്ങളുടെയും കരസേനാ മേധാവികളുടെ ആദ്യ സംയുക്ത സമ്മേളനത്തിൻ്റെ വേദി എവിടെയായിരുന്നു? എന്താണ്? ഇന്ത്യയുടെയും ആഫ്രിക്കൻ രാജ്യങ്ങളുടെയും കരസേനാ മേധാവികളുടെ ആദ്യ സംയുക്ത സമ്മേളനത്തിൻ്റെ വേദി എവിടെയാണ് എന്ന് ചോദിച്ചാൽ എന്ന് പറയും? യെസ്, ഓപ്ഷൻ ഡി പൂനെയാണ് ശരിയായുള്ള ഉത്തരം. ഏതാണ്? ഓപ്ഷൻ ഡി പൂനെ. ഓക്കെ അല്ലേ? യെസ്. എങ്കിൽ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ആസാദി കാ അമൃത് മഹോത്സവിൻ്റെ ഭാഗമായി സാംസ്കാരിക മന്ത്രാലയം യുവജനങ്ങൾക്കായി സംഘടിപ്പിച്ച ക്യാമ്പയിൻ്റെ പേര് എന്താണ്? ആസാദി കാ അമൃത് മഹോത്സവിൻ്റെ ഭാഗമായി സാംസ്കാരിക മന്ത്രാലയം യുവജനങ്ങൾക്കായി സംഘടിപ്പിച്ച ക്യാമ്പയിൻ്റെ പേര് എന്താണ് ചോദിച്ചാൽ പറയണം. എന്താണ്? ബഡേ ചലേ. ഓപ്ഷൻ എ എന്താണ്? ബഡേ ചലേ എന്നാണ്. ബഡേ ചലേ. ഓപ്ഷൻ എ ബഡേ ചലേ. ആസാദി കാ അമൃത് മഹോത്സവിൻ്റെ ഭാഗമായി സാംസ്കാരിക മന്ത്രാലയം യുവജനങ്ങൾക്കായി സംഘടിപ്പിച്ച ക്യാമ്പയിൻ്റെ പേരാണ് ബഡേ ചലേ എന്നത്. മനസ്സിലായില്ലേ? യെസ്. എങ്കിൽ ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കേരളത്തിൽ ആരംഭിക്കുന്ന ഡിജിറ്റൽ ഭൂ സർവേക്കായി റവന്യൂ വകുപ്പ് ആരംഭിച്ച പോർട്ടലിൻ്റെ പേര് എന്താണ്? കേരളത്തിൽ ആരംഭിക്കുന്ന ഡിജിറ്റൽ ഭൂ സർവേക്കായി റവന്യൂ വകുപ്പ് ആരംഭിച്ച പോർട്ടലിൻ്റെ പേര് എന്താണ്? യെസ്, ഓപ്ഷൻ എ എൻ്റെ ഭൂമി എന്നാണ്. എന്താണ്? എൻ്റെ ഭൂമി. കേരളത്തിൽ ആരംഭിക്കുന്ന ഡിജിറ്റൽ ഭൂ സർവേക്കായി റവന്യൂ വകുപ്പ് ആരംഭിച്ച പോർട്ടലിൻ്റെ പേര് ആണ് എൻ്റെ ഭൂമി. ഓക്കെ. യെസ്. എങ്കിൽ ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഏഴാമത്തെ ക്വസ്റ്റ്യൻ. പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൻ്റെ വേദി ഏതാണ്? ഓപ്ഷൻ സി ന്യൂഡൽഹിയാണ് ശരിയായുള്ള ഉത്തരം. എന്താണ്? ഓപ്ഷൻ സി ന്യൂഡൽഹി. പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? ന്യൂഡൽഹിയാണ്. നെക്സ്റ്റ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ. 2024 പത്മശ്രീ പുരസ്കാരം നേടിയ സദനം ബാലകൃഷ്ണൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സദനം ബാലകൃഷ്ണൻ ഏതാണ്? യെസ്, കഥകളിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. 2024 പത്മശ്രീ പുരസ്കാരം നേടിയ സദനം ബാലകൃഷ്ണൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി. മനസ്സിലായില്ലേ? യെസ്. എങ്കിൽ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ. 2023 ഓഗസ്റ്റിൽ സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് പഞ്ചായത്തായി മാറിയത് ഏത് പഞ്ചായത്താണ്? ഏതാണ്? ചക്കിട്ടപ്പാറ. ഏതാണ്? ഓപ്ഷൻ എ ചക്കിട്ടപ്പാറ. 2023 ഓഗസ്റ്റിൽ സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് പഞ്ചായത്തായി മാറിയത് ചക്കിട്ടപ്പാറയാണ്. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 2024 UN കാലാവസ്ഥ ഉച്ചകോടി വേദി എവിടെയാണ്? എന്താണ്?
എന്താണ് ചോദ്യം? 2024 ചോദിച്ചു അല്ലേ? 2024 UN കാലാവസ്ഥ ഉച്ചകോടി COP29 വേദി എവിടെയാണ്? ഓപ്ഷൻ സി ബാക്കു ആണ് ശരിയായ ഉത്തരം. ഓക്കെ അല്ലേ? യെസ്. അപ്പം 10 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യുക. അതുപോലെ വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ, സി യു.